ഇത് അറിയാം സാർ. ഇത് മിസ്റ്റർ സേതു. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്കറിയാം. ഇപ്രാവശ്യം ഏതായാലും സുപ്രീം കോടതിന്റെ ഉത്തരവ് വരുന്നവരെ കാത്തിരിക്കണ്ട. അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കാൻ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചു. എന്താ സേതു? മറ്റൊന്നുമല്ല സാർ, ആൾറെഡി പോലീസിലെ പല നല്ല മിത്രങ്ങളും ശത്രുക്കളായി കഴിഞ്ഞു. ഇനി ഇതും കൂടി ആവുമ്പോ അതൊന്നും കാര്യമാക്കണ്ട സേതു. ഏത് പ്രൊഫഷനിലും ജലസയും ശത്രുക്കളും ഇല്ലാതിരിക്കുമോ? എന്താ ഞങ്ങൾക്ക് ശത്രുക്കളില്ലേ? ഈ കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത് DOSP ദേവദാസാണ്. അതിന്റെ കേസ് ഡയറി സേതുവിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദേവദാസിനെ അറിയുമോ? നൗ മൈ ഹെഡേക്ക് ഈസ് ഓവർ. വരട്ടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇയാള് പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? അതെ, ചാക്കോ ഇപ്പൊ ഇവിടെ ഡെപ്യൂട്ടേഷനിലാണ്. ഇയാളല്ലേ ആ ഓമനക്കൊല കേസ്? സെയിം പേഴ്സൺ. മിസ്റ്റർ സേതു, വി എക്സ്പെക്ട് അനദർ മിറക്കിൾ ഫ്രം യു. വരട്ടെ. ശരി. എന്തിനാ സാർ ഈ പൊല്ലാപ്പൊക്കെ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഗവൺമെന്റ് പറഞ്ഞാൽ സാധിക്കില്ല എന്ന് പറയാൻ ഒക്കുമോ? പിന്നെ ഇതൊക്കെ ഒരു ചലഞ്ചല്ലേ സേതു? അളിയന്റെ കല്യാണത്തിന് പോകാനൊക്കത്തതിൽ വിഷമുണ്ടോ? നെവർ. അതൊന്നുമില്ല സേതു. ഒരാഴ്ച കൂടി ഉള്ളൂ എന്റെ ഇവിടുത്തെ ഔദ്യോഗിക ജീവിതം. CBIയോട് ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് ഈ കേസ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു അന്തസ്സായിരിക്കും. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സർ. പക്ഷേ ആദ്യം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ തക്ക ഗൗരവം ഈ കേസിലുണ്ടോ എന്നറിയണം സർ. സർ, ആരെങ്കിലും ഒരാളെ മദ്രാസിൽ അയച്ച് നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കണം. അശ്വതി മദ്രാസിലായിരുന്നല്ലോ സ്ഥിരതാമസം. കൂടാതെ അവരുടെ മദ്രാസിലെ വീടും ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. വേണോ? വേണമെങ്കിൽ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം പോരെ? റിപ്പോർട്ട് കിട്ടിക്കോട്ടെ സർ. സൈമിൾട്ടേനിയസ് ആയിട്ട് മദ്രാസിൽ വന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. എന്നാൽ വിക്രത്തെ അയക്കാം. വിക്രത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മദ്രാസ് ഓഫീസിൽ കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. കൂടാതെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോഴ ഹാരി ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. ദാറ്റ്സ് ഫൈൻ സർ. ഞാൻ ഓഫീസിലേക്ക് അല്ലേ. ഓക്കെ. പണ്ടെങ്ങാണ്ടോ ചക്ക വീണപ്പോ ഒരു മൊയല് എത്തന്ന് വെച്ച് എന്നും ചക്ക വീണാ മൊയല് ചാവുമോ സ്വാമി? ചാകാൻ വിധിയുള്ള മുയലാണെങ്കിൽ ഇപ്പോഴും ചാവും സാർ. മിസ്റ്റർ അയ്യർ, വി ആർ ഓൾ പബ്ലിക് സർവൻസ്. അതുകൊണ്ട് തന്നെ മുകളിലുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. വാസ്തവത്തിൽ ഓമന കൊലക്കേസിൽ CBI ഒബ്സർവ് ചെയ്ത ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യവും മറ്റു തെളിവുകളും ഒക്കെ എന്റെ ഒബ്സർവേഷനിലും തെളിഞ്ഞത് തന്നെയാണ്. ജോണിക്കുട്ടിയെ പ്രതിയെന്നും എനിക്കറിയാമായിരുന്നു. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? യു ആർ ആൻ ഇന്റലിജന്റ് ഓഫീസർ. അപ്പൊ പിന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ ഒക്കുവോ? സാർ, അതുപോലെ ഈ കേസിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തെളിവുകളോ ക്ലൂസോ സാറിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും. എന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവള് തൂങ്ങിച്ചത്തത് തന്നെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ കഴിയും. ആത്മഹത്യ കൊലപാതകമാക്കി മാറ്റാൻ കഴിയുമോ സ്വാമി? ഇനി സ്വകാര്യ ലാഭത്തിൽ താല്പര്യമുണ്ടെങ്കിൽ 1-2 വൻപുള്ളികളെ വേണമെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെടുത്താം, മുതലെടുക്കാം. സ്വാമിക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ലല്ലോ. കൊടുത്താൽ പിടിക്കുന്നവരല്ലേ നിങ്ങൾ. പിന്നെ ഇതിലൊന്നും രേഖപ്പെടുത്താത്ത ഒരു ക്ലൂ ഉണ്ട്. സ്വാമി ആയതുകൊണ്ട് ഞാനത് പറയാം. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ തൂവൽ പക്ഷികളല്ലേ. എന്താണ്? ഭൂരിപക്ഷം ജനങ്ങൾക്കും CBIയുടെ ഫുൾ ഫോം പോലും എന്താണെന്ന് അറിയില്ല. എന്നാലും അവർക്ക് CBI എന്ന 3 അക്ഷരം മന്ത്രം പോലെയാണ്. എത്രയായാലും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയല്ലേ. CBI അങ്ങനെ ഇവിടെ കിടന്ന് വിലസുന്നത് ഇവിടുത്തെ പോലീസ് മേധാവികൾക്ക് സഹിക്കുമോ? CBIയുടെ ഇപ്പോഴുള്ള ഇമേജ് താർക്കാൻ വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അന്വേഷണം CBI തന്നെ ഏൽപ്പിച്ചത്. അല്ലാതെ CBIയോടുള്ള വാത്സല്യം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല. ഇനി CBI എന്നല്ല ആരന്വേഷിച്ചാലും അശ്വതിയുടെ മരണം ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ജനം സമ്മതിക്കത്തില്ല. അതോടെ ഇപ്പൊ CBIക്ക് സിന്ദാബാദ് വിളിക്കുന്ന ജനം നിങ്ങളെയും ഞങ്ങൾ ലക്ഷ്യത്തിൽ തന്നെ പെടുത്തും. എന്ന് വെച്ചാൽ ശരിയാണ്, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ സാർ? ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ?
അതെങ്ങനെ നിങ്ങൾക്കറിയാം? CBI അല്ലേ ഞങ്ങള്? പല രഹസ്യങ്ങളും കേൾക്കേണ്ടവർ കേൾക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചെവിയിലെത്തും. എനിവേ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻസ് മിസ്റ്റർ ദേവദാസ്. താങ്ക് യു വെരി മച്ച്. സീ യു. ഗുഡ് മോർണിംഗ്. മോർണിംഗ് എപ്പോ എത്തി? സാർ. ഇന്നൊരു രക്ഷയില്ല, പോയിട്ട് നാളെ വാ. ആ മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ, മദ്രാസിൽ പോയിട്ട് ഇത്ര എത്തിയോ? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിനെത്തി. അത് അശ്വതിയുടെ വീട്ടിൽ നിന്നും കിട്ടിയ കുറെ ആൽബങ്ങളും കുറച്ച് റെക്കോർഡ്സും ഉണ്ട്. അവിടെ അന്വേഷിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല സാർ. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അവിടെ ഉള്ളവർക്കും. ഷാൽ ഐ ഓപ്പൺ ഇറ്റ് ഫോർ യു? ഇപ്പൊ വേണ്ട, യു കീപ് ഇറ്റ് ഇൻ ദ സ്റ്റോർ. ശരി സാർ. വരൂ. വിക്രം, സാർ. both of you please come. ചാക്കോ. സാർ. ആ വിക്രം, നമുക്ക് അർജന്റായിട്ട് ആ ഹോട്ടൽ വരെ ഒന്ന് പോകണം. സാർ. ചാക്കോ സർ, എനിക്ക് ഇതേ മെറ്റീരിയലിലുള്ള ഒരു സാരി വേണം, സെയിം ലെങ്ത് ആൻഡ് ബെഡ്ത്ത്. ഓക്കെ? ശരി സർ. ദെൻ കം ഓൺ, ക്വിക്ക്. സർ, ആ, കിട്ടിയോ? സെയിം മെറ്റീരിയൽ കിട്ടി, കളർ വ്യത്യാസമാണ്. ആ സാരമില്ല, ഇതെന്തിനാ സാർ? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. വിക്രം, bring that photograph. Bring that suit. Vikram, സാർ. remove the bed. Good. ഇതേ കയറി നിന്നിട്ട് ആ ഹൂക്കിലൊന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ. ധൈര്യമായിട്ട് കയറിക്കോ. ട്രൈ. പറ്റുന്നില്ല സാർ. ഒന്നുകൂടെ ശ്രമിക്കേ.
സാധിക്കുന്നില്ല സർ. എത്ര ഇഞ്ചിന് കുറവുണ്ട്? ഒരു 4 ഇഞ്ചിന്റെ കുറവുണ്ട്. Come down. തന്റെ ഹൈറ്റ് എത്രയാ? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ചും 4 ഇഞ്ചും കൂടെ കൂട്ടിയാൽ 6 അടി 1 ഇഞ്ച്. അപ്പോ അശ്വതിക്ക് 6 അടി 1 ഇഞ്ച് പൊക്കം ഉണ്ടായിരുന്നെങ്കിലേ കെട്ടിത്തൂങ്ങാൻ ഈ ഹുക്കിൽ സാരി ഒരുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആമൈ കറക്റ്റ്? സർ, ആ പെണ്ണിന്റെ പൊക്കം എത്രയാ? 5 അടി 4 ഇഞ്ച്. അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി? ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂളിൽ കയറി നിന്ന് കെട്ടി തൂങ്ങിയതായിട്ടാണ്. ടേക്ക് ദി അതർ സാരി. ഈ സാരി ആ കൊളുത്തിടണം. സാർ ഹൈറ്റ് ആ ടീപ്പ് എടുക്കും. ആ ഹൂക്ക് കെട്ടുക. നല്ലവണ്ണം മുറുക്കണം. ആ മുറുകിയോ? ആ ഇനി കഴുത്തി കുറുക്കിടുക. താഴോട്ട് ചാടിയാൽ യു വിൽ ഡൈ. അതാണ് സ്വാഭാവികമായ ആത്മഹത്യ. ഇത് തന്നെയല്ലേ അശ്വതിയും ചെയ്ത്. യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിൽ ഈ ടീപ്പോയുടെ സ്ഥാനം അവിടെയാണ്. അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ്. ഈ സ്റ്റൂള് മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല. യു ഗെറ്റ് മീ? സോറി സാർ. ഇനി ആ കുരുക്ക് കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങും. പുട്ട് ദി അതർ എൻഡ് ഇൻ ദ ഹോൾ. അതർ എൻഡ്. ആ സി, ഈ സാരിയിൽ ഈ ഭാഗത്ത് മാത്രമേ അഴുക്കുള്ളൂ. ഓക്കെ, വെയിറ്റ്. ഈ സാരി നോക്കിയേ. ഈ സാരിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഴുക്ക് ഈ സാരിയിൽ എങ്ങനെ വന്നു? എങ്ങനെ വന്നു സർ? എങ്ങനെ വന്നു സാർ? I'll show you. Get down. കഴുത്തി കിട്ടോ? ശരി സാർ. വേണ്ട, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. ഇറ്റ്സ് ഓൺലി ഡെമോൺസ്ട്രേഷൻ. Ready? യെസ്. ആ. രണ്ടുപേര് വലിച്ചാലേ പൊങ്ങുള്ളൂ. ആ. കണ്ടോ? ഐ എം സോറി. It's all right, sir. ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ അഴുക്ക് വന്നു?